പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ഫെബ്രുവരി 14 വെള്ളി. പ്രധാന വാർത്തകൾ. സീബ് വിലായത്തിലെ താമസ കെട്ടിടത്തിൽ തീപിടുത്തം. അൽഹയിൽ നോർത്തിലാണ് അപ്പാർട്ട്മെന്റിന് തീപിടിച്ചത്. കെട്ടിടത്തിൽ നിന്ന് 3 പേരെ രക്ഷപ്പെടുത്തിയതായി സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അറിയിച്ചു. അഗ്നിശമന സേന രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. രക്ഷപ്പെട്ടവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും സിവിൽ ഡിഫൻസ് അറിയിച്ചു. ഇന്ന് വൈകുന്നേരം മുതൽ രാജ്യത്ത് ന്യൂനമർദ്ദം രൂപപ്പെടുമെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇതിന്റെ ഭാഗമായി മുസന്തം ഗവർണറേറ്റിലും ഒമാൻ കടലിന്റെ ചില ഭാഗങ്ങളിലും മേഘാവൃതവും ഒറ്റപ്പെട്ട മഴയും പ്രതീക്ഷിക്കുന്നു. വടക്കൻ ഗവർണറേറ്റുകളിൽ മേഘാവൃതമായിരിക്കും അന്തരീക്ഷമെന്നും അധികൃതർ വ്യക്തമാക്കി. രാജ്യത്ത് താപനില താഴ്ന്ന നിലയിൽ തുടരുകയാണ്. ഒമാൻ അവന്യൂസ് മാളിന്റെ വിപുലീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായ ഗുബ്ര ബ്രിഡ്ജിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ പുനരാരംഭിക്കുമെന്ന് മസ്കത്ത് മുനിസിപ്പാലിറ്റി അധികൃതർ അറിയിച്ചു. ഇതിന്റെ വികസനം താൽക്കാലികമായി നിർത്തിവെച്ചതും കാലതാമസം നേരിട്ടതും സംബന്ധിച്ച് പലരും സമൂഹമാധ്യമങ്ങളിൽ ആശങ്ക പങ്കുവച്ചിരുന്നു. ഇത് കണക്കിലെടുത്താണ് മുനിസിപ്പാലിറ്റി അധികൃതർ വിശദീകരണവുമായി എത്തിയിരിക്കുന്നത്. ഒരു നഗര കേന്ദ്രത്തിലെ ഏതൊരു പ്രധാന അടിസ്ഥാന സൗകര്യ പദ്ധതിയെയും പോലെ ചില വെല്ലുവിളികൾ ഇതും നേരിട്ടിട്ടുണ്ട്. പ്രായോഗിക പരിഹാരങ്ങൾ വിലയിരുത്തുന്നതിന് താൽക്കാലികമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ വന്നിട്ടുണ്ട്. സാധ്യമായ ബദൽ പരിഹാരങ്ങൾ വിലയിരുത്തുന്നതിനും നടപ്പിലാക്കുന്നതിനും ഡെവലപ്പറുമായി അടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഒരു കരാറിലെത്തിക്കഴിഞ്ഞാൽ ഘടനാപരമായ സമഗ്രതയും ഗതാഗത സുരക്ഷയും ഉറപ്പാക്കി നിർമ്മാണം പുനരാരംഭിക്കുമെന്ന് മസ്കത്ത് മുനിസിപ്പാലിറ്റി ഓൺലൈൻ പ്രസ്താവനയിൽ അറിയിച്ചു. എറണാകുളം ജില്ലക്കാരുടെ കൂട്ടായ്മയായ ഇറയുടെ വാർഷികാഘോഷങ്ങൾ ഇന്ന് അൽമഹ ഇന്റർനാഷണൽ ഹോട്ടലിൽ നടക്കും. കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും നാട്യകലാ മസ്കത്ത് അവതരിപ്പിക്കുന്ന ദൃശ്യവിരുന്നും മെന്റലിസം ഷോയും പരിപാടിക്ക് മാറ്റുകൂട്ടുമെന്നും സംഘാടകരായ ഫൈസൽ പൊന്നശ്ശേരി, അനീഷ് സയ്യിദ്, ബിബു കരീം, ബാബു മുഹമ്മദ്, അലിഭായ്, ജിതിൻ വിനോദ്, മുബാറക് മൂസ, ഷിയാസ് മജീദ്, മുഹമ്മദ് തയ്യിബ് എന്നിവർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ബൗഷർ ഇന്ത്യൻ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ മികവ് അടയാളപ്പെടുത്തി ആരുണ്യ കലാ സാംസ്കാരിക ഫെസ്റ്റിവൽ. സ്കൂളിലെ ഗ്രേഡ് 3 മുതൽ 12 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കലാസൃഷ്ടികൾ ഉൾപ്പെടുത്തി നടത്തിയ പ്രദർശനവും അരങ്ങേറി. വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും അണിയിച്ചൊരുക്കിയ 30 ശില്പങ്ങൾ അടക്കം 550-ൽ അധികം കലാസൃഷ്ടികളുടെ പ്രദർശനമായിരുന്നു ആരുണ്യയുടെ പ്രധാന ആകർഷണം. സ്കൂളിലെ ആർട്ട് സ്റ്റുഡിയോയിലും മൾട്ടിപർപ്പസ് ഹാളിലുമാണ് പ്രദർശനം നടന്നത്. പ്രദർശനം കാണാൻ നിരവധി ആളുകൾ ബൗഷർ ഇന്ത്യൻ സ്കൂളിലെത്തി. വിദ്യാർത്ഥികൾ പ്രകടമാക്കിയ സർഗാത്മകതയും സാങ്കേതിക വൈദഗ്ധ്യവും ആസ്വാദകരെ ആകർഷിച്ചു. അറേബ്യൻ ഉപദ്വീപിന്റെ 3 ഭാഗത്തെയും ഉൾക്കൊള്ളുന്ന വമ്പൻ മരുഭൂമിയായ റുബുഉൽ ഖാലിയുടെ ഉള്ളറകൾ കാണാൻ കൊതിക്കുന്നവരാണ് ഏതൊരു സഞ്ചാരപ്രിയനും. മരുഭൂമിയിലൂടെയുള്ള യാത്ര അത്ര എളുപ്പമല്ലാത്തതിനാൽ പലർക്കും കാര്യമായ സഞ്ചാരം സാധ്യമാകാറില്ല. എന്നാൽ റുബുഉൽ ഖാലിയുടെ പുതിയ പാതയൊരുക്കി സന്ദർശകരെ ആകർഷിക്കുകയാണ് അധികൃതർ. റുബുഉൽ ഖാലി മരുഭൂമിയിലെ ക്യാമ്പിംഗ് സൈറ്റുകൾ കൂടി ലക്ഷ്യം വെച്ചാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. നേരത്തെ മണിക്കൂറുകൾ സഞ്ചരിച്ചു വേണം ഇവിടെയെത്താൻ എന്നായിരുന്നെങ്കിൽ നിലവിൽ 10 മിനിറ്റ് മാത്രം മതിയെന്ന് ഇവിടെ ക്യാമ്പിംഗ് സൈറ്റ് നടത്തുന്ന മബ്രൂക്ക് ബിൻ അഹമ്മദ് മസാൻ പ്രാദേശിക മാധ്യമത്തോട് പറഞ്ഞു. 4 വീൽ വാഹനങ്ങളിൽ മാത്രമായിരുന്നു മുൻകാലങ്ങളിൽ യാത്ര സാധ്യമായിരുന്നതെങ്കിൽ പുതിയ പാതയിൽ ഏത് വാഹനത്തിലും യാത്ര ചെയ്യാം. സൗകര്യപ്രദമായ റോഡ് വന്നതോടെ സഞ്ചാരികളുടെ എണ്ണത്തിലും വർധനവുണ്ടായതായി മബ്രൂക്ക് മസാൻ പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ ഖരീഫ് കാലത്ത് ധോഫാറിന്റെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനെത്തിയത് 1,48,000 സന്ദർശകർ. ജൂൺ 21 മുതൽ സെപ്റ്റംബർ 21 വരെയുള്ള കാലയളവിലാണ് ഇത്രയും സഞ്ചാരികൾ എത്തിയത്. മുൻവർഷത്തെ അപേക്ഷിച്ച് 9% വർധനവുണ്ടായതായി ദേശീയ സ്ഥിതിവിവര കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു. 2023 ഇതേ കാലയളവിൽ
9,62,000 സന്ദർശകരായിരുന്നു ദോഹാറിൽ എത്തിയിരുന്നത്. 2023 6,76,009 ആയിരുന്നു ഒമാനി സന്ദർശകരുടെ എണ്ണം. കഴിഞ്ഞ വർഷം 7,34,588 ആയി ഉയർന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകരുടെ എണ്ണം 16.9% വർദ്ധിച്ച് ആകെ 1,76,643 പേരായി. 2023 ഇത് 1,61,472 ആയിരുന്നു. മറ്റ് അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകരുടെ എണ്ണം 3.6% വർദ്ധിച്ച് 37,790 ആയി. മുൻവർഷം ഇത് 35,095 ആയിരുന്നു. കഴിഞ്ഞ വർഷം ഒമാൻ സ്വീകരിച്ചത് 4 ദശലക്ഷത്തോളം സഞ്ചാരികളെയെന്ന് ദേശീയ സ്ഥിതിവിവര കേന്ദ്രം റിപ്പോർട്ട്. ഒമാനിലെത്തിയവരിൽ കൂടുതൽ GCC പൗരന്മാരാണ്. ഇവരിൽ ഒന്നാമത് UAEയിൽ നിന്നുള്ളവരാണ്. 1,01,85,880 പേർ. പിന്നിൽ ഇന്ത്യക്കാരാണ്. 6,23,623 ഇന്ത്യൻ പൗരന്മാർ കഴിഞ്ഞ വർഷം ഒമാൻ സന്ദർശിച്ചു മടങ്ങിയതായും വാർഷിക കണക്കുകൾ വ്യക്തമാക്കുന്നു. 2,03,555 സഞ്ചാരികളുമായി യമനികളാണ് തൊട്ടുപിന്നിൽ. ഇന്ത്യൻ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനും ടൂറിസം സാധ്യതകൾ പരിചയപ്പെടുത്തുന്നതിനും ഇന്ത്യൻ നഗരങ്ങളിൽ ഒമാൻ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയത്തിന്റെ പ്രൊമോഷണൽ ക്യാമ്പയിൻ കഴിഞ്ഞ വർഷം നടന്നിരുന്നു. സമ്പന്നമായ ഒമാനി ചരിത്രം, പൈതൃകം, പ്രകൃതിരമണീയമായ ടൂറിസം സാധ്യതകൾ, വിവാഹങ്ങൾ, ഇവന്റുകൾ, കോൺഫറൻസ്, എക്സിബിഷൻ ടൂറിസം തുടങ്ങി നിരവധി ടൂറിസം സാധ്യതകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് പുറമെ ആകർഷകമായ സ്ഥലങ്ങളും വൈവിധ്യമാർന്ന അനുഭവങ്ങളും ഉയർത്തിക്കാട്ടുകയെന്ന ലക്ഷ്യത്തിലായിരുന്നു പ്രൊമോഷണൽ ക്യാമ്പയിൻ. ഒമാനിലെ സേവനം പൂർത്തിയാക്കി മടങ്ങുന്ന ഇന്ത്യൻ അംബാസഡർ അമിത് നാരംഗിന് ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ അൽ ബുസൈദി യാത്രയയപ്പ് നൽകി. സുൽത്താനേറ്റിനും ഇന്ത്യക്കും ഇടയിൽ മികച്ച ബന്ധം സ്ഥാപിക്കുന്നതിനായി നടത്തിയ ശ്രമങ്ങൾക്ക് സയ്യിദ് ബദർ അൽ ബുസൈദി സ്ഥാനപതിക്ക് നന്ദി പറഞ്ഞു. അമിത് നാരംഗിന്റെ തുടർ സേവനങ്ങൾക്കും ഇന്ത്യൻ ജനതയ്ക്കും അദ്ദേഹം ആശംസകൾ നേർന്നു. സ്ലോവേനിയയിലെ ഇന്ത്യൻ അംബാസഡറായി അമിത് നാരംഗ് ഉടൻ ചുമതലയേൽക്കും. അതേസമയം ഒമാനിലെ പുതിയ ഇന്ത്യൻ അംബാസഡറായി ഗോദാവർത്തി വെങ്കട ശ്രീനിവാസിനെ വിദേശകാര്യ മന്ത്രാലയം നിയമിച്ചിട്ടുണ്ട്. പുതിയ അംബാസഡർ ഉടൻ ചുമതലയേൽക്കും. ഇന്ത്യൻ ഫോറിൻ സർവീസിലെ 1993 ബാച്ചുകാരനാണ്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.